സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം മുതൽ കുറച്ച് വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണ്. എല്ലാവരും ബൈബിൾ തുറന്നു നോക്കുക, അല്ലാത്തവർ ഇരുന്ന് കേൾക്കുക. അനന്തരം അരാം രാജാവിന് ഇസ്രായേലിനോട് യുദ്ധം ഉണ്ടായി. ഇന്നിന്ന സ്ഥലത്ത് പാളയം ഇറങ്ങണം എന്നിങ്ങനെ അവർ തൻ്റെ ഭൃത്യന്മാരുമായി ആലോചന കഴിച്ചു. എന്നാൽ ദൈവപുരുഷൻ ഇസ്രായേൽ രാജാവിനോട് ഇന്ന സ്ഥലത്തുകൂടി കടക്കാതിരിപ്പാൻ സൂക്ഷിക്കുക, ആരാമ്യർ അവിടേക്ക് വരുന്നുണ്ട് എന്ന് പറയിച്ചു. ദൈവപുരുഷൻ പറഞ്ഞും പ്രബോധിപ്പിച്ചുമിരുന്ന സ്ഥലത്തേക്ക് ഇസ്രായേൽ രാജാവ് ആളയച്ചു. ആ വിഷയം അറിഞ്ഞപ്പോൾ ഇവിടെ ഇസ്രായേലിൻ്റെ മേൽ യുദ്ധത്തിന് ചെല്ലുന്നതിന് വേണ്ടി ആരാം രാജാവ് തന്ത്രങ്ങൾ മെനയുകയാണ്. നോക്ക്, പിശാച് എത്ര വലിയ തന്ത്രശാലിയാകുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിയില്ല. അവൻ്റെ തന്ത്രങ്ങൾ ഏതൊക്കെ തരത്തിലുണ്ടെന്ന് എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച് കണ്ടിട്ടുണ്ട്. പിശാചിൻ്റെ തന്ത്രങ്ങളെ നാം അറിഞ്ഞിരിക്കേണ്ടതാണെന്ന് പറയുന്നു. കർത്താവെ, മീറ്റിംഗ് നന്നായിട്ട് നടക്കണം, അനേകർ കൂടി വരണം എന്ന് പ്രാർത്ഥിച്ചാൽ മഴ വരുവാൻ ഇടയാകുന്നു. കർത്താവെ, മഴ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വെയിലുണ്ടാകും. കർത്താവെ, മീറ്റിംഗിൽ നിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം, ലൈറ്റുകളെല്ലാം തെളിയണം, നമ്മൾ വെളിച്ചത്തിലാണ് ആയിരിക്കേണ്ടത്. യേശുവിനെ ആരാധിക്കേണ്ടവർ ഇടുങ്ങിയ സ്ഥലത്തിരുന്നല്ല ആരാധിക്കേണ്ടത്, വിശാലമായ സ്ഥലത്തിരുന്നാണ് അവനെ ആരാധിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് എത്ര ചിലവായാലും ശരി, ഇത്രയും ക്രമീകരണങ്ങൾ ഒരുക്കി നിങ്ങളിവിടെ വന്ന് വചനം കേട്ട് ബൈബിൾ വായിക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ പിശാച് തന്ത്രങ്ങൾ ഒരുക്കിക്കൊണ്ട് ഈ ആരാം രാജാവ് വലിയൊരു തന്ത്രമൊരുക്കിക്കൊണ്ട് ഇസ്രായേൽ ജനം അവർ പാളയത്തിലായിരിക്കുന്ന സമയം അവരെ യുദ്ധം ചെയ്ത് എല്ലാവരെയും ഒറ്റയടിക്ക് കൊന്നുകളയണം എന്ന് ഉള്ള ഒരു പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് അവൻ്റെ ദാസന്മാരെയെല്ലാം കൂട്ടിയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞുറപ്പിക്കുവാനും ഇടയായി. ഇസ്രായേൽ രാജ്യത്ത് വലിയൊരു ദൈവദാസനുണ്ടായിരുന്നു. അദ്ദേഹം ആരാണ്? ഒരുപാട് ദൈവപുരുഷന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ ഈ അധ്യായത്തിൽ ഏത് ദൈവപുരുഷനെയാണ് നാം കാണുന്നത്? എലീഷ. ഇസ്രായേൽ രാജാവിനെ സമീപിച്ചിട്ട്, ഇത് ആരാം രാജാവ് നിനക്കെതിരായിട്ട് തിരിഞ്ഞിരിക്കുന്നു, നിനക്കെതിരായിട്ട് അവൻ തന്ത്രം മെനഞ്ഞിരിക്കുന്നു, ഇന്ന സ്ഥലത്ത് അവർ സൈന്യമായിട്ട് കൂടി വന്നിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോകരുത് എന്ന് വാർത്ത അയച്ചു. അപ്പോൾ ഇസ്രായേൽ രാജാവ് ഈ ദൈവപുരുഷന്റെ വാക്ക് കേട്ട് അവിടേക്ക് പോയില്ല. ശത്രു അവിടെ കാത്തിരിക്കുകയാണ്. അവർ വന്നാൽ ഉടൻ ആക്രമിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നു. രാത്രി മുഴുവൻ കുത്തിയിരുന്നു, വെളുപ്പാങ്കാലം വരെ കുത്തിയിരുന്നു. എന്നാൽ ഇസ്രായേൽ ജനം ആ വശത്തേക്ക് പോയതേയില്ല. പിന്നീട് അവർ നിരാശയോടെ കടന്നു പോകാനിടയായി. അത് ഒരു സ്ഥലത്ത് മാത്രമല്ലായിരുന്നു, പല പല പ്രദേശങ്ങളിൽ, പല പല ഇടങ്ങളിൽ വെച്ച് ശത്രു ആവർത്തിച്ച് അവരെ ആക്രമിക്കുവാൻ വേണ്ടി തയ്യാറെടുത്തു. എന്നാൽ പിശാചിന്റെ തന്ത്രങ്ങളെല്ലാം തകർന്നു പോകുവാനിടയായി. ശ്രദ്ധിക്കുക, പിശാചിന് നിന്നെക്കുറിച്ച് ചില പദ്ധതികളുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതി നിന്റെ ജീവിതത്തിൽ നടക്കാതിരിക്കാൻ പിശാചിന്റെ തന്ത്രങ്ങൾ നടക്കുന്നതിന് വേണ്ടി അവൻ പ്ലാനുകൾ ഉണ്ടാക്കാനിടയാകും. ദൈവത്തിൻ്റെ പദ്ധതി നിന്നെക്കുറിച്ചുള്ള വലിയ പദ്ധതികളാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? സത്യമായിട്ടും പറയുക, ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ആളുകൾ മാത്രം പറയുക. എൻ്റെ അമ്മയേക്കാൾ, എൻ്റെ അപ്പനേക്കാൾ, എൻ്റെ ഫ്രണ്ടിനേക്കാൾ, എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഭാര്യയേക്കാൾ, എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനേക്കാൾ യേശുക്രിസ്തു എന്നെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. കരഞ്ഞുകൊണ്ടിരിക്കുവാനോ, രോഗത്താൽ ഭാരപ്പെടാനോ, കടബാധ്യതയിൽ അകപ്പെടാനോ, നശിച്ചു പോകണമെന്നോ ആരെക്കുറിച്ചും ദൈവം ചിന്തിക്കുന്നില്ല. എന്നാൽ എന്തുകൊണ്ടാണ് ഈ കാലത്ത് എത്രയോ പേർ കടഭാരത്തിലകപ്പെട്ടു പോകുന്നുണ്ട്? നിന്റെ വരുമാനം കുറവായിരിക്കുമ്പോൾ അതിലെത്രയോ ഇരട്ടിയായ കടബാധ്യത എന്തുകൊണ്ടാണ് നീ വരുത്തിവെച്ചത്? പിശാച് നിനക്ക് പ്ലാൻ വെച്ച് തരികയാണ്. എടാ, നീ അങ്ങനെ ചെയ്താൽ, ഇങ്ങനെ ചെയ്താൽ, അങ്ങനെയൊക്കെ പ്രവർത്തിച്ചാൽ നിന്റെ ജീവിതത്തിൽ ഇത്രയും കാര്യങ്ങൾ കിട്ടും. നീ ഇത് പലിശയ്ക്ക് കൊടുക്കുക, നിനക്ക് ഇത്രയും പണം കിട്ടുകയാണെങ്കിൽ നിനക്ക് അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാം, പിന്നെ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നെല്ലാം അത്യാഗ്രഹം കൊടുക്കും. അങ്ങനെ എത്രയോ ആളുകൾ തകർന്നു കിടക്കുന്നുണ്ട്. ഇന്നെത്രയോ ആളുകൾ കടബാധിതരായിരിക്കുന്നു. കൈ ഉയർത്താൻ പറഞ്ഞാൽ നല്ലതല്ല, അതുകൊണ്ടാണ്. എന്നാലും എനിക്ക് വ്യക്തമായിട്ട് അറിയുവാൻ കഴിയുന്നുണ്ട്, നിന്റെ ജീവിതത്തിൽ കടബാധ്യത ഉണ്ടാകണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടമല്ല.
നിനക്ക് സമൃദ്ധി ഉണ്ടാകാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിന്റെ പാത്രം നിറഞ്ഞു കവിയുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നിന്റെ വരുമാനം നിന്റെ കാര്യങ്ങൾക്ക് ഉതകുന്നത് ആയിരിക്കണം. അല്ലാതെ മാസാവസാനമാകുമ്പോഴേക്കും 10 പൈസ പോലും കയ്യിൽ എടുക്കുവാനില്ലാത്തതായ അവസ്ഥയിൽ ഉണ്ടായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിന്റെ ജീവിതത്തിൽ കടബാധ്യതകൾ ഉണ്ടാകാതെ നിന്റെ ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാകുവാൻ, അനുഗ്രഹമുണ്ടാകാനാണ് കർത്താവ് നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിന് നീ എന്തു ചെയ്യണം? ശ്രദ്ധിക്കുക, പിശാചിന്റെ പ്ലാൻ നീ തിരിച്ചറിയുന്നില്ല. പിശാചിന്റെ ഉദ്ദേശങ്ങളെയും അവന്റെ വഞ്ചനയെയും നീ ഗ്രഹിക്കുന്നില്ല. ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി ദൈവത്തിന്റെ ഇഷ്ടത്തെ മനസ്സിലാക്കുന്നില്ല. ഒരുപക്ഷെ നിനക്ക് സ്വയം ദൈവത്തിന്റെ വാക്ക് കേൾക്കുവാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ദേവദാസന്റെ അടുക്കൽ ചെന്ന് നിന്റെ വിഷയങ്ങളെല്ലാം പറഞ്ഞ് ജനം കടബാധ്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ദേവദാസന്റെ അടുക്കൽ വരും. എന്നാൽ കടം വാങ്ങുന്നതിന് മുൻപ് ഇത് കടം വാങ്ങണമെന്ന് ചോദിച്ചു വരുമോ? എന്നോട് ആരും ചോദിച്ചിട്ടില്ല. ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ അറിയുക. നീ ഇല്ലായ്മയിൽ കിടക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നീ അത് മനസ്സിലാക്കാതെ നിന്റെ ജീവിതത്തെ വൃഥാവാക്കി കളയുകയാണ്. നീ ചെയ്ത പാപം നിമിത്തമാണ് നിന്റെ ജീവിതത്തിൽ വേദനയും സങ്കടവും നിരാശയും ഉണ്ടായിരിക്കുന്നത്. ദൈവം ഒരിക്കലും ഒരു വ്യക്തിയുടെ ജീവിതത്തിലും ദോഷം സംഭവിക്കുന്നതിന് വേണ്ടി അനുവദിക്കുന്നതായ ഒരുവൻ അല്ല. ഇസ്രായേൽ ജനമെന്ന ദൈവപുരുഷന്റെ വാക്കിനെ അനുസരിക്കുവാനിടയായി. അതുകൊണ്ട് ശത്രുവിന്റെ കയ്യിൽ അവർ ഏൽപ്പിക്കപ്പെട്ടില്ല. ദൈവവചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ദൈവദാസന്മാരിൽ കൂടി കേൾക്കുമ്പോൾ, ടി വിയിൽ കൂടി വരുന്നതായ ദൈവത്തിന്റെ വചനങ്ങൾ, മാധ്യമങ്ങളിൽ കൂടി വരുന്നതായ ദൈവത്തിന്റെ വചനങ്ങൾ, ഞായറാഴ്ച നിങ്ങളുടെ ആരാധന മധ്യയിൽ നിങ്ങൾ കേൾക്കുന്നതായ വചനങ്ങൾ നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ പിശാച് നിങ്ങളുടെ മേൽ കൊണ്ടുവരുന്നതായ സകല തന്ത്രങ്ങളെയും അറിയുവാൻ കഴിയും. അങ്ങനെ അവന്റെ തന്ത്രങ്ങളിൽ നിന്ന്, നാശത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ കഴിയും. ആരാം രാജാവ് ഈ വാക്ക് കേട്ടതായ സമയത്ത് അതിശയം തോന്നി. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? നമ്മുടെ പദ്ധതികളെല്ലാം അവർ മനസ്സിലാക്കുന്നു. നാം എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അവർ അതിനു മുൻപ് തന്നെ മനസ്സിലാക്കി ഇത് തീർച്ചയായും ആരോ പറഞ്ഞു കൊടുക്കുന്നതാണ്. നമ്മുടെ കൂട്ടത്തിലുള്ള ആരോ ഒരാൾ നമ്മുടെ രഹസ്യങ്ങളെല്ലാം ചോർത്തിയിട്ട് അവിടെ ചെന്ന് ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്ന സംശയം വന്നു. അപ്പോൾ എന്താണ് പറഞ്ഞത്? അവിടെ കൂടിയിരുന്ന ഒരാൾ ഇത് ഹേതുവായി ആരാം രാജാവിന്റെ മനസ്സ് ഏറ്റവും കലങ്ങി അവൻ ഭൃത്യന്മാരെ വിളിച്ചു. നമ്മുടെ കൂട്ടത്തിൽ ഇസ്രായേൽ രാജാവിന്റെ പക്ഷക്കാരൻ ആരെന്ന് നിങ്ങൾ പറഞ്ഞു തരികയില്ലയോ എന്ന് ചോദിച്ചു. അവന്റെ ഭൃത്യന്മാരിൽ ഒരുത്തൻ, യജമാനനായ രാജാവേ, കാര്യം അങ്ങനെയല്ല. നീ ശയനഗൃഹത്തിൽ സംസാരിക്കുന്ന വാക്കുകൾ ഇസ്രായേലിലെ പ്രവാചകനായ എലീശ ഇസ്രായേൽ രാജ്യത്തിലെ പ്രവാചകനായിരിക്കുന്നതായ എലീശ നിങ്ങളുടെ അന്തഃപുരത്തിൽ, അന്തഃപുരം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന് അറിയാമോ? അന്തഃപുരം എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ആരും അവിടേക്ക് കടക്കുവാൻ അനുവാദമില്ല. ഇന്നർ സർക്കിൾ. ആ ശയനഗൃഹത്തിൽ സംസാരിക്കുന്നതായ വാക്കുകൾ ആരറിയുന്നു? ഇസ്രായേലിലെ പ്രവാചകൻ മനസ്സിലാക്കുന്നു. അദ്ദേഹമാണ് ചെന്നിട്ട് രാജാവിനോട് പറഞ്ഞു കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇത് എങ്ങനെയാണ് സാധിക്കുന്നത്? ഹൃദയരഹസ്യങ്ങൾ അറിയുന്നവൻ ദൈവമാകുന്നു. ദൈവം ആ പ്രവാചകന് ഹൃദയരഹസ്യങ്ങൾ അറിയാനുള്ളതായ ശക്തിയെ കൊടുത്തു. ദൈവം നിന്നോട് സംസാരിക്കും. ദൈവത്തിന്റെ വചനത്തെ അനുസരിച്ചാൽ വലിയവനാകും. ദൈവത്തിനറിയാം നിന്റെ ഹൃദയത്തിലെ രഹസ്യങ്ങൾ. ദൈവദാസന് അറിയില്ലായിരിക്കാം, മനുഷ്യർക്കറിയില്ലായിരിക്കാം, ആർക്കും അറിയില്ലായിരിക്കാം. ആർക്കും അറിയില്ല. നമ്മുടെ ഹൃദയത്തിലെ രഹസ്യങ്ങൾക്ക് ആർക്കാണ് അറിയാൻ കഴിയാവുന്നത്? നിങ്ങൾ ഡോക്ടറിന്റെ അടുക്കൽ പോയിട്ടുണ്ടോ? അദ്ദേഹം നെഞ്ചിൽ സ്റ്റെതസ്കോപ്പ് വെച്ച് ചെക്ക് ചെയ്യുമല്ലോ. ശ്വാസം വലിച്ചുവിടാൻ പറയില്ലേ? അപ്പോൾ നിങ്ങൾ മനസ്സിലായി ഒന്നിനും കൊള്ളാത്തൊരു ഡോക്ടറാണ്. അപ്പോൾ എന്താണ് നിങ്ങൾ അങ്ങനെ വിചാരിച്ചത് എന്ന് ചോദിക്കുമോ? ഇല്ല. അദ്ദേഹത്തിന് ശരീരം പരിശോധിക്കാനല്ലാതെ നിങ്ങളുടെ മനസ്സിൽ എന്ത് നടക്കുന്നു എന്നറിയുവാൻ കഴിയില്ല. നാം പലപ്പോഴും ഇത് മനസ്സിലാക്കുന്നില്ല. നിന്റെ ഹൃദയത്തിലെ വിഷയങ്ങൾ നിനക്കറിയാം, അതുപോലെ നിന്റെ ദൈവത്തിനും അറിയാം. ജാഗ്രത, പിശാചിനും അറിയാം, മറ്റാർക്കും അറിയില്ല. കണ്ടില്ലേ? നിന്റെ മനസ്സിലുള്ളതായ വിഷയങ്ങൾ നിനക്കറിയാം, മനുഷ്യാത്മാവിനറിയാം. ബൈബിളിൽ നമുക്ക് യെരോബെയാം എന്ന രാജാവിനെ കാണാം. യെരോബെയാമിനോട് ദേവദാസൻ പറഞ്ഞു, അങ്ങ് രാജാവായിട്ട് മാറുമെന്ന്. നീ രാജാവാവുകയും പിന്നീട് ഇസ്രായേലിനെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുമെന്ന് ആദ്യമേ പറഞ്ഞു. അങ്ങനെ യെരോബെയാം രാജാവായതിനു ശേഷം തന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിച്ചു. വിഗ്രഹാരാധനയ്ക്ക് ഇടം കൊടുത്തു. അവന്റെ മകന് ബോധം നഷ്ടപ്പെടുവാൻ ഇടയായി. തന്റെ ഭാര്യയോട് പറഞ്ഞു, നീ വേറൊരു സ്ത്രീയുടെ വേഷം ധരിച്ചുകൊണ്ട് എങ്ങനെയാണ് പോകേണ്ടത്? യഥാർത്ഥത്തിൽ നീ രാജ്ഞിയായിട്ടല്ലാതെ വേഷം മാറിക്കൊണ്ട്
ഒരു വിധവയുടെ വേഷത്തിലോ പ്രായമുള്ള ആളിൻ്റെ വേഷത്തിലോ വേഷം മാറിക്കൊണ്ട് ദേവദാസിൻ്റെ അടുക്കൽ ചെന്നിട്ട് മകൻ്റെ കാര്യം എന്താണെന്ന് അന്വേഷിച്ച് വരാൻ വേണ്ടി പറഞ്ഞയച്ചു. ആ രാജ്ഞിയായ സ്ത്രീ ദേവദാസിൻ്റെ അടുക്കൽ വന്നപ്പോഴേക്കും പ്രവാചകനോട് ദൈവം പറഞ്ഞിരുന്നു, യൊരോബെയാമിൻ്റെ ഭാര്യ വേഷപ്രച്ഛന്നയായിട്ട് നിന്റെ അടുക്കലേക്ക് ഇപ്പോൾ വരുന്നുണ്ട്. അവരോട് നീ കഠിനമായിട്ട് സംസാരിക്കണം, ഞാൻ പറയുന്ന കാര്യങ്ങൾ അവരോട് നീ പറയണമെന്ന് പറഞ്ഞു. സത്യത്തിൽ ഞങ്ങളെപ്പോലെയുള്ള ദൈവദാസന്മാർക്ക് ആരെയും ശപിക്കുവാനോ ആർക്കും ദോഷം വരുവാനോ ഉള്ള ആഗ്രഹം ഉണ്ടാകില്ല. എന്നാൽ ചില സമയത്ത് ദൈവം ചില കഠിനമായ വാക്കുകൾ ഞങ്ങളിൽ കൂടി ദൈവം പറയിക്കാനിടയാകും. എന്തുകൊണ്ടെന്നാൽ ദൈവം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ദീർഘം ആക്കാൻ പറ്റും. ദീർഘക്ഷമയുള്ളവനായ ദൈവമാണവൻ. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ 30 വർഷമായിട്ട് 40 വർഷമായിട്ട് 50 വർഷമായിട്ട് അവൻ ദീർഘക്ഷമയുള്ളവനായിരിക്കുന്ന ദൈവമായിരിക്കാം. എന്നാൽ അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ. ഒരു ക്ഷണം നാം കൈവിടപ്പെട്ടു പോയാൽ നമ്മുടെ കഥ കഴിയും. ആക്സിഡന്റ് കണ്ടിട്ടില്ലേ? ഒരു ക്ഷണത്തിൽ ടപ്പേന്ന് വേണ്ടിയിരിക്കും. ആ ഇടിക്കുന്ന ഒറ്റ ക്ഷണം കൊണ്ട് തന്നെ സകലതും തകരുവാനിടയാകും. അവൻ്റെ ശരീരത്തിന് എന്തു സംഭവിക്കുമെന്ന് ആർക്കും പറയുവാൻ കഴിയത്തില്ല. ഒരു ക്ഷണം നമ്മെ ദൈവം ഉപേക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ കഥ കഴിഞ്ഞു പോകും. എന്നാൽ ദൈവം നമ്മെ ശപിക്കാതെ ഇവൻ മാറും, മാനസാന്തരപ്പെടും എന്ന് പറഞ്ഞ ദീർഘക്ഷമയുള്ളവനായി ഇരിക്കുകയാണ്. അവൻ നമ്മെ സ്നേഹിക്കുന്നു. ഈ അഹ്യാ പ്രവാചകൻ യൊരോബെയാമിന്റെ ഭാര്യയോട് പറഞ്ഞു, അവൾ വേഷമൊക്കെ മാറി ഒരു വിധവയെ പോലെ വേഷം ധരിച്ച് വാതിൽക്കൽ വന്നിങ്ങനെ നിൽക്കുകയാണ്. അകത്തേക്ക് ചുവട് വയ്ക്കുന്നതിന് മുൻപ് തന്നെ യൊരോബെയാമിന്റെ ഭാര്യയെ എന്ന് വിളിച്ചു. അപ്പോൾ തന്നെ, ഞാൻ വേഷം മാറിക്കൊണ്ടാണ് ഇവിടേക്ക് വന്നത്, ഞാനാണെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? ദൈവം പറഞ്ഞു. നിന്നോട് കഠിനമായി സംസാരിക്കാൻ ദൈവം പറഞ്ഞു. അതുകൊണ്ട് നീ തിരിച്ചു ചെല്ലുമ്പോഴേക്കും നിന്റെ മകൻ മരിച്ചിരിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവൾ തിരിച്ചു ചെന്നപ്പോഴേക്കും അവളുടെ മകൻ മരിച്ചിരുന്നു. എപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കപടവേഷവുമായി വരരുത്. ദൈവദാസന്മാരെ അല്ല, ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ, ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ, ആലയത്തിൽ കടന്നു വരുമ്പോൾ അവിടെ കപടവേഷമുള്ളവർക്ക് ക്ഷമ ലഭിക്കില്ല. എത്ര വലിയ പാപം ചെയ്തവനോടും കർത്താവ് ക്ഷമിക്കുമെന്നാൽ കപടവേഷക്കാരോട് ദൈവം ക്ഷമിക്കില്ല. യേശുക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ വേശ്യകളോടും ദുർമാർഗികളോടും കള്ളന്മാരോടും ക്ഷമിക്കുവാനിടയായി. ചുങ്കക്കാരോടും പാപികളോടും അനേകം പേരോട് ക്ഷമിച്ചു. എന്നാൽ പരീശന്മാരോടും ശാസ്ത്രിമാരോടും എന്താണ് പറഞ്ഞത്? സർപ്പസന്തതികളെ, കപടവേഷക്കാരെ, നിങ്ങളുടെ ജീവിതം പുറമെ വെള്ളപൂശിയിരിക്കുന്ന ശവക്കല്ലറ പോലെയാകുന്നു. നിങ്ങൾ പുറമെ വെള്ള വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് ന്യായപ്രമാണമൊക്കെ വ്യക്തമായിട്ട് ഉപദേശിക്കുന്നു, എന്നാൽ നിങ്ങളുടെ അകം ദോഷമായി തീർന്നിരിക്കുകയാണ്. ആ പരീശന്മാരിൽ നിക്കോദിമോസും അതുപോലെ തന്നെ അരിമത്തിക്കാരനായ യോസേഫും അല്ലാതെ മറ്റാരും തന്നെ രക്ഷിക്കപ്പെട്ടിട്ടില്ല. അതാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് മുമ്പേ വേശ്യകളും ചുങ്കക്കാരും സ്വർഗരാജ്യത്തിൽ കടക്കുമെന്ന്. നീ എത്ര വലിയ പാപിയാണെങ്കിലും കുഴപ്പമില്ല, നീ ഉള്ളതുപോലെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരിക. രാജാവിൻ്റെ വീട്ടിൽ ആലോചിക്കുന്ന വിഷയങ്ങൾ ദൂരെ ഇസ്രായേൽ രാജ്യത്തിലിരിക്കുന്ന പ്രവാചകൻ മനസ്സിലാക്കുമ്പോൾ, ഈ വിഷയം രാജാവ് അറിഞ്ഞപ്പോൾ രാജാവിന് കോപമുണ്ടാകുവാനിടയായി. അങ്ങനെയെങ്കിൽ ആദ്യം അവനെ തന്നെ പിടിക്കുക, ആ എലീശയെ പിടിച്ചുകൊണ്ടുവരിക. അപ്പോൾ ഭൃത്യന്മാർ പറഞ്ഞു, അയാൾ ഇന്ന സ്ഥലത്തുണ്ടായിരിക്കുന്നത്, എങ്കിൽ പുറപ്പെടുക, അവിടെ ചെന്നിട്ട് അവനെ പിടിച്ചുകൊണ്ടുവരിക എന്ന് പറഞ്ഞു. അങ്ങനെ സൈന്യം ഇപ്പോൾ ഇസ്രായേൽ രാജാവിന് നേരെയല്ല, എലീശയുടെ നേരെ കടന്നു വരുന്നു. അവൻ നിന്റെ പ്രാർത്ഥന കേൾക്കും, നിനക്ക് മറുപടി നൽകും. കർത്താവേ, നീ കണ്ണു തുറക്കൂ എന്ന് പറഞ്ഞപ്പോൾ കണ്ണു തുറക്കാൻ 3 മാസം എടുത്തോ? അപ്പോൾ തന്നെ കണ്ണു തുറന്നു. ഇവന്റെ കണ്ണുകളെ അടയ്ക്കൂ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ കണ്ണടച്ചു. അതായത് പരിശുദ്ധാത്മാവാകുന്നതായ ദൈവം ഇപ്പോൾ നിനക്ക് വേണ്ടി ഈ ക്ഷണം തന്നെ വലിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് മതിയായ ദൈവമാണ്. നീ വലിയൊരു ദൈവത്തെയാണ് ആരാധിക്കുന്നത്. ലോകത്തിലുള്ളവനേക്കാൾ നമ്മിലുള്ളവൻ വലിയ ദൈവമാണ്. സകല ദുഷ്ടനെയും പിശാചിന്റെ തന്ത്രങ്ങളെയും എല്ലാം ജയിച്ച ദൈവമാണവൻ. പാതാളത്തെ ജയിച്ചവനാണവൻ. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ദൈവമാണവൻ. ഇന്നലെയും ഇന്നും എന്നേക്കും ഒരേ രീതിയിലുള്ളവനാണവൻ. അന്നത്തെ ചരിത്ര സത്യങ്ങൾ മാത്രമല്ല, ഇന്നും ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയും. നിങ്ങൾ ദൈവത്തോട് പറയുക, വായു തുറന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവത്തിൽ പൂർണ്ണ വിശ്വാസം വയ്ക്കുക. ദൈവം നിങ്ങളുടെ പക്ഷത്തുണ്ട്. നിങ്ങളുടെ ഹൃദയ രഹസ്യങ്ങൾ അവനോട് തുറന്നു പറയുക. കർത്താവിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും, നിങ്ങൾക്ക് ജയം നൽകും. പിശാചിന്റെ സകല തന്ത്രങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും നിങ്ങളെ വിടുവിക്കുകയും ചെയ്യും. ദയവ് ചെയ്ത് തലകളെ വണക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഞങ്ങൾ നീ തിരഞ്ഞെടുത്ത, നീ വേർതിരിക്കപ്പെട്ട നിന്റെ മക്കളാണ്. ഇവിടേക്ക് ഞങ്ങളെ കൂട്ടിവരുത്തതിന് വേണ്ടി നിന്നെ സ്തുതിക്കുകയാണ്.
ഇവിടെ ആയിരിക്കുന്ന ഓരോ വ്യക്തികളും നിന്റെ ദൃഷ്ടിയിൽ വിലയേറിയ മക്കളായിരിക്കുന്നല്ലോ. നിന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണെന്നും നിന്നാൽ അനുഗ്രഹിക്കപ്പെട്ടതായ ആളുകളാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ സമയത്ത് ഇപ്പോൾ തന്നെ പിശാചിന്റെ ബന്ധനത്തിലായിരിക്കുന്നവരെ നസറേനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ്. അവരുടെ ബന്ധനങ്ങളെ അഴിക്കുകയാണ്. അന്ന് നീ നിന്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് നാനാ വ്യാധികളെയും രോഗങ്ങളെയും സുഖപ്പെടുത്തുവാൻ, അതുപോലെ ഭൂതങ്ങളെ പുറത്താക്കുവാനും നീ അധികാരം കൊടുക്കാനിടയായി. ആ അധികാരത്താൽ ഇവിടെയായിരിക്കുന്ന രോഗബാധിതരായിരിക്കുന്നവരെ സൗഖ്യപ്പെടുത്തുകയാണ് കർത്താവേ. പിശാചിനാൽ പീഡിപ്പിക്കപ്പെടുന്നതായ ആളുകളെ വിടുവിക്കുകയാണ് കർത്താവേ. പാപത്തിനും ദുശീലത്തിനും അടിമകളായിട്ട് ജീവിതത്തിൽ അസൂയയും പിണക്കവും വെറുപ്പുമുണ്ടാക്കി ശത്രുത്വത്തിനും പകയ്ക്കും ഇടം കൊടുത്ത്, വ്യഭിചാരത്തിന് ഇടം കൊടുത്ത്, ദുർനടപ്പിന് ഇടം കൊടുത്തുകൊണ്ട് സ്വയം നശിച്ചുകൊണ്ടിരിക്കുന്നതായ എല്ലാ വ്യക്തികളെയും ഇപ്പോൾ തന്നെ നിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ് കർത്താവേ. ഇനിയൊരിക്കലും പാപത്തിന്റെ പിന്നാലെ പോകാതെ കർത്താവിനെ അനുസരിച്ചുകൊണ്ട് പുതിയൊരു ജീവിതം ജീവിക്കുവാൻ സഹായിക്കണമേ. നിന്റെ ആത്മാവിന്റെ പ്രവർത്തികൾ ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ സഹായിക്കണമേ. നിന്റെ അത്ഭുത കാര്യങ്ങൾ ഞങ്ങളിൽ ചെയ്യുമാറാകണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.